സംസ്ഥാനം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് പ്രളയ സമാനമായ സാഹചര്യമാണ്. 2018 ആവർത്തിക്കുമോ എന്ന് പലരും ഭയപ്പെട്ടു. ഓഗസ്റ്റ് 1 24 മണിക്കൂറിൽ സംസ്ഥാനത്തെ വിവിധ മഴമാപിനി കേന്ദ്രങ്ങളിൽ രേഖപ്പെടുത്തിയത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന മഴപ്പെയ്ത്തുകളിലൊന്നാണ്. ഒരേ സമയം വ്യാപകമായി മഴ ലഭിച്ചതാണ് സംസ്ഥാനത്തുടനീളം മിന്നൽ പ്രളയത്തിന് കാരണമായത്. സംസ്ഥാനത്ത് ഔദ്യോഗികമായി മേഘവിസ്ഫോടനം നടന്നിട്ടില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് 360 മില്ലിമീറ്ററിലധികം മഴ പെയ്തിറങ്ങിയത് മേഘവിസ്ഫോടനത്തിന് സമാനമായ അവസ്ഥ തന്നെയാണ്. ഇതാണ് വലിയ മലവെള്ളപ്പാച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമായതെന്നാണ് കണക്കുകൂട്ടൽ. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ 24 മണിക്കൂറിനുള്ളിൽ 361 മില്ലിമീറ്ററും ലാഹയിൽ 250 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. കോഴിക്കോട്ടെ ആനക്കാംപൊയിലിൽ തുടർച്ചയായ 35 മണിക്കൂറിനുള്ളിൽ 340 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. വെള്ളി ശനി ദിവസങ്ങളിൽ 40.3 മില്ലിമീറ്റർ മഴയായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രതീക്ഷിച്ചതെങ്കിൽ ലഭിച്ചത് 139 മില്ലിമീറ്ററാണ്. അതായത് 3 ഇരട്ടിയിലധികം മഴ. പത്തനംതിട്ടയിൽ ഇത് 5 ഇരട്ടിയോളമായി. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 1 മുതൽ 3 വരെ പെയ്തത് സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 232% അധിക മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും സംസ്ഥാനത്ത് ലഭിക്കേണ്ട മഴയിൽ കുറവുണ്ടായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സാധാരണയായി 1357.1 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് 1038 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.